ആറാം തവണയെന്ന് പറയുമ്പോഴാണ് ഞാനത് ഓർക്കുന്നത് കേട്ടോ. ഒരിക്കൽ പോലും ഒരു ഷോട്ടിലും ഒരു സിനിമയിലും ഒരു അവാർഡ് മുന്നിൽ കണ്ടുകൊണ്ട് അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെ തന്നെയാണോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കിട്ടിയാൽ സന്തോഷം എന്നുള്ളതേ ഉള്ളൂ. ആദ്യത്തെ പുരസ്കാരം നേടുമ്പോൾ സംസ്ഥാന അവാർഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പടത്തിൻ്റെ കേന്ദ്ര കഥാപാത്രമല്ലാതെ മഴവിൽക്കാവടി എന്ന സിനിമയിൽ 5 or 6 സീനുള്ള ഒരു കഥാപാത്രം കൂടെ അതിന് ആ അവാർഡിൽ ഉൾപ്പെട്ടിരുന്നു. വർത്തമാനകാലം എന്നൊരു സിനിമയും മഴവിൽക്കാവടി. അപ്പോൾ ഒരു മൂന്നാംകിട കച്ചവട സിനിമ എന്ന് സാധാരണ അന്നത്തെ വളരെ എന്താ പറയുക ക്ലാസിക് ഫിലിംസ് ചെയ്യുന്ന സംവിധായകർ പറയുന്ന വാക്കുകൾ അത്തരം സിനിമകളിലാണ് ഈ കുട്ടിക്ക് അഭിനയം വേസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. പക്ഷേ അത്രയും ജനപ്രിയമായ ഒരു സിനിമയിൽ ഒരു ആർട്ടിസ്റ്റിന് അവാർഡ് കിട്ടുക എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമായിരുന്നു. അപ്പോൾ എനിക്കതിൻ്റെ വാല്യൂ ഒന്നും അറിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഈ വേദി നിൽക്കുമ്പോൾ സംവിധായകൻ ക്രിസ്റ്റോ ടോമിയോട് അങ്ങേയറ്റം ആ സിനിമയുടെ ആത്മാവും ആ സിനിമയുടെ ആത്മവിശ്വാസവും എല്ലാം ക്രിസ്റ്റോയ്ക്കാണ് ഈ അവാർഡിനുള്ള ഏറ്റവും വലിയ അർഹത. ഒപ്പം എൻ്റെ അനിയത്തെ പോലെ ഞാൻ സ്നേഹിക്കുകയും ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും സപ്പോർട്ടായി പെർഫോം ചെയ്ത പാർവതി തിരുവോത്തിനും എൻ്റെ നന്ദിയും ആശംസകളും ഞാൻ അറിയിക്കുകയാണ്.